പുരുഷന്മാർ സ്ത്രീവേഷം അണിയുന്ന കൊട്ടൻകുളങ്ങര ദേവീക്ഷേത്ര ഐതിഹ്യം അറിയാമോ? ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് വനത്തിന്റെ ഭാഗമായിരുന്നു. ചുറ്റും മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞ ശാന്തമായ പ്രദേശമായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുപടിഞ്ഞാറേ മൂലയിൽ ഭൂതകുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആഴത്തിലുള്ള കുളം ഉണ്ടായിരുന്നു. വിഷപ്പാമ്പുകളുടെ അഭയകേന്ദ്രമാണിതെന്ന് പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നു. കിഴക്കുഭാഗത്ത് വിശാലമായ ആഴത്തിലുള്ള ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം മഴ പെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു അരുവി ഉദ്ഭവിച്ചു. ഇത് ചുറ്റുമുള്ള പ്രദേശത്തെ ഫലഭൂയിഷ്ടവും കൃഷിയോഗ്യവുമാക്കി. ഈ സ്ഥലം പുല്ലും ശുദ്ധജലവും നിറഞ്ഞതിനാൽ അയൽ പ്രദേശങ്ങളിൽ നിന്നുള്ള പശുപാലകർ അവരുടെ കന്നുകാലികളുമായി അവിടെ ഒത്തുകൂടും. ഒരു ദിവസം ആ പ്രദേശത്തു നിന്നും കുട്ടികൾക്ക് ഒരു നാളികേരം വീണു കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ വച്ചുകുത്തി അത് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയം ആ കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് രക്തം വാർന്നു വന്നു. ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. എല്ലാവരും അത് കാണാനായി എത്തി. പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വച്ചു നോക്കിയപ്പോൾ ആ കല്ലിൽ പ്രപഞ്ചനാഥയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ദുർഗാ ഭഗവതി കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവീക്ഷേത്രം നാടിന്റെ ഐശ്വര്യം ആണെന്നും മനസ്സിലാക്കിയതോടെ ക്ഷേത്രം നിർമ്മിച്ചു. തുടർന്ന് ആൺകുട്ടികൾ പെൺകുട്ടികളെപ്പോലെ അണിഞ്ഞു ഒരുങ്ങി ഭഗവതിക്ക് കൊട്ടൻ നിവേദിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായി പുരുഷന്മാരുടെ ചമയവിളക്ക് ഉത്സവം വർഷം തോറും ആചരിച്ചു വരുന്നു. ഇവിടുത്തെ അപൂർവ ചടങ്ങായ ചമയവിളക്ക് ഉത്സവം ഏറെ പ്രശസ്തമാണ്. മീനമാസത്തിലെ 10-11 രാത്രിയിലാണ് ചമയവിളക്ക് നടത്തുക. അഭീഷ്ടകാര്യ സാധ്യത്തിനാണ് പുരുഷന്മാർ സ്ത്രീ വേഷത്തിൽ ചമയവിളക്ക് എടുക്കുന്നത്. ചമയവിളക്കിൽ പങ്കെടുത്താൽ ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും പരാശക്തി തുണയാകുമെന്നും ആഗ്രഹപൂർത്തി ഉണ്ടാകുമെന്നും ഒരു വിശ്വാസമുണ്ട്. ഇവിടെ ആൺ മക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്ക് എടുപ്പിക്കുന്നു.